ഹായ് ഓൾ, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഔട്ടിങ്ങിന് പോയപ്പം ഒന്ന് പുറത്ത് ഫുഡ് കഴിക്കാൻ പോയ ഒരു ചെറിയൊരു വ്ളോഗാട്ടോ. ഷാർജയിൽ കറാച്ചി ദർബാർ അവിടെ പോയിട്ടാണ് കഴിച്ചത്. അവിടുത്തെ ഫുഡ് അധികം നമ്മൾ പാക് ദർബാറിലാണ് പോവാറ്. ഈ പ്രാവശ്യം കറാച്ചി ദർബാറിലൊന്ന് പോയി നോക്കി. കുഴപ്പമില്ലാതെ സെയിം തന്നെയാണ്. നമ്മളിപ്പോൾ പാക് ദർബാറിലുള്ള പോലെ തന്നെ കറാച്ചി ദർബാർ അവരെ തന്നെയാണ്. അവരെ സ്പെഷ്യൽ ഐറ്റംസ് എന്ന് പറയുന്നത് അവരെ മട്ടനാട്ടോ. മട്ടനെ കൊണ്ടുണ്ടാക്കുന്ന അവരെന്താ പറയുക, മട്ടൻ കടായി, മട്ടൻ ചാപ്സ്, ഇതൊക്കെ ഭയങ്കര ടേസ്റ്റിയാണ്. നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ കറാച്ചി അവിടെ തൊട്ടടുത്ത് തന്നെ സിറ്റി സെൻറ്ററിൽ വന്നപ്പോൾ, ഷാർജയിൽ സിറ്റി സെൻറ്ററിൽ വന്നപ്പോൾ തൊട്ടടുത്ത് തന്നെയാണ് കറാച്ചി ദർബാർ. അങ്ങനെ അവിടെ കയറി. അധികം പാക് ദർബാറിലാണ് പോവാറ്, പക്ഷേ ഇപ്രാവശ്യം കറാച്ചി ദർബാറിൽ പോയി. നല്ല സ്പേസ് ഉണ്ട് കേട്ടോ. മുകളിലൊക്കെ കണ്ടോ, നല്ല സ്പേസ്, നല്ല ഫാമിലി, നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ പോയപ്പോൾ റാബിത്താത്ത ഫാമിലി, നമ്മളെ നെയ്ബർ ഷാർജയിലുള്ള റാബിത്താത്ത എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ലൈവിൽ വരുന്ന എല്ലാവർക്കും അറിയാം. എന്താ പറയുക, അത്രയും എന്താ പറയുക, സ്വന്തം അല്ലെങ്കിലും അത്രയും ഒരു നമ്മളൊരു രക്തബന്ധം പോലെ നിൽക്കുന്ന ആൾക്കാരാട്ടോ. അത്രയും ഭയങ്കര സ്നേഹമുള്ള ആൾക്കാരാണ്. അവരെ പറ്റി പറയുകയാണെങ്കിൽ കുറേ ഉണ്ട്, പറഞ്ഞാൽ തീരില്ല. ഇൻഷാ അല്ലാഹ് ഞാൻ ഓരോരോ ഇതിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത സാധനങ്ങളൊക്കെ എത്തിയിട്ട് അവരെത്തി. ഹമീദ് കെ റാബിത്താത്ത ഉള്ളായിരുന്നു. അവർ വന്ന് ഇപ്പോൾ എന്താണ് മട്ടൻ കടായി, മട്ടൻ ചാപ്സ്, പിന്നെ ചിക്കൻ 65, അതാ റെഡ്, അത് അവർക്കൊരു ഗ്രേവി ടൈപ്പാണ്. നമ്മൾ ചിക്കൻ 65 എന്ന് പറയുന്നത് ഡ്രൈ അല്ലേ, പക്ഷെ അവരെ ചിക്കൻ 65 എന്ന് പറയുന്നത് ഒരു ഗ്രേവി ടൈപ്പാണ് കേട്ടോ. പിന്നെ കീമ അറിയാം, ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് കീമ ഓർഡർ ചെയ്തു. പിന്നെ അവരെ തന്നെ ഒരു ഗ്രേവി, വേറെന്താ, എന്തോ ഒരു വെജ് കറി, അങ്ങനെയൊക്കെ എന്തൊക്കെയാണ് ഓർഡർ ചെയ്തത്. എനിക്ക് തന്നെ ഇപ്പോൾ ശരിക്കും ഓർമ്മ കിട്ടുന്നില്ല. ഫസ്റ്റ് തന്നെ അവർ സാലഡ് കൊണ്ടുതരും. പിന്നെ നെറീത്ത എന്ന് പറഞ്ഞിട്ടുള്ളൊരു കുടിക്കുന്നൊരു സാധനമല്ലേ, ഈ തൈരിൽ ചട്നി പോലത്തെ സാധനമാക്കിയിട്ട് അത് തരും കേട്ടോ. അത് കഴിച്ച് കഴിഞ്ഞിട്ടാണ് പിന്നെ ഇതൊക്കെ കൊണ്ടുതരാം. പിന്നെ അവരെ റൊട്ടി അറിയാമല്ലോ, തന്തൂരി റൊട്ടി, നല്ല സോഫ്റ്റ് റൊട്ടി, തന്തൂരി റൊട്ടി. അങ്ങനെ എല്ലാം കഴിച്ചു. ലാസ്റ്റ് ഒരു ലെമൺ ടീ എനിക്കത് നിർബന്ധമാണ് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ. അപ്പോൾ അത് സെർവ് ചെയ്യാണ്. പിന്നെ എന്താ പറയുക, നമ്മൾ ഇപ്പോൾ ആരോ പറഞ്ഞ പോലെ എന്താണ്, പ്രകടിപ്പിക്കാത്ത സ്നേഹം, കഴിക്കാത്ത ഭക്ഷണം, ചിലവാക്കാത്ത ധനം, ഇവയെല്ലാം ഉപകാരമില്ലാത്തതാണ്. പക്ഷെ നേരെ മറിച്ച് സ്നേഹം, ധനം, ഭക്ഷണം എന്നിവ അർഹിക്കുന്നവർക്ക് ദാനം ചെയ്യുക, 10 മടങ്ങായി തിരിച്ച് കിട്ടുന്ന പറയാറ് അല്ലേ. അപ്പോൾ അതുപോലെയാണ്. ഇപ്പോൾ ഞാൻ എൻ്റെ ഇത് പറയട്ടെ, എൻ്റെ അനുഭവം പറയാണ്. എനിക്കങ്ങനെ കിട്ടുന്നുണ്ട്. എന്നെ സ്നേഹിക്കുന്നവർക്ക് ഞാൻ തിരികെ സ്നേഹം കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ അവരെനിക്ക് തിരിച്ചും തരുന്നുണ്ട്. 10 മടങ്ങായിട്ട് ഞാൻ കൊടുക്കുന്നതിൽ എനിക്ക് തിരിച്ച് കിട്ടുന്നുമുണ്ട്. അതിൽ ഞാൻ ഹാപ്പിയാണ്. പിന്നെ എന്താ പറയുക, ജീവിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ചിരിച്ചുകൊണ്ട് ജീവിക്കണം. ജീവിതത്തിലെ ഓരോ നിമിഷം പോലും നമ്മൾ സ്പോയിൽ ചെയ്യാൻ പാടില്ല. അത്രയും ആസ്വദിച്ചിട്ട് ജീവിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എന്താ പറയുക, നല്ലൊരു നിമിഷങ്ങളായിരുന്നു നമുക്ക് അവിടെ. ഇപ്പോൾ നമ്മളൊരു 4-5 ദിവസം ഇപ്പോൾ അടുത്ത് വന്നു പോയതാണ്. അവരായിട്ട് കൂടെ നിന്ന് എത്രയും നല്ലൊരു സന്തോഷമുള്ള ദിവസങ്ങളായിരുന്നു എനിക്കത്. അപ്പോൾ അത് നിങ്ങൾക്കിടയിലൊന്ന് ഷെയർ ചെയ്തെന്നുള്ളൂ. വേറെ പ്രത്യേകിച്ചിട്ടൊന്നുമില്ല. ഇതാണ് ഞാൻ പറഞ്ഞ 65 കേട്ടോ. നമ്മളെ 65 ഡ്രൈ ടൈപ്പല്ലേ, ഇവരത് ഗ്രേവി ടൈപ്പാണ്. ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ചെറിയൊരു സ്വീറ്റ് ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് കടായിയാണ് ഇഷ്ടം. എനിക്ക് മട്ടൻ കടായി, മട്ടൻ ചാപ്സാണ് ഇഷ്ടം. അപ്പോൾ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു, ക്ലീനായി. ലാസ്റ്റ് ഒരു ലെമൺ ടീ. അപ്പോൾ ഓക്കെ, ബൈ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.